ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മൊനമ്പം ബീച്ചിലേക്കാണ്. ഞാൻ അങ്ങനെ തന്നെ രാവിലെ തന്നെ കാറൊക്കെ എടുത്തിറങ്ങി. ഇത് നമ്മുടെ പാർക്കിംഗ് ഫെസിലിറ്റിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് കാറൊക്കെ ഇഷ്ടം പോലെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് പുറത്തും പാർക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ ആ ഗാർഡനിൽ കൂടിയൊക്കെ നടന്നതിന് ശേഷം അവിടെ നമ്മുടെ പുലിമുട്ടിലേക്കുള്ള വ്യൂ കിട്ടാനായിട്ട് ഞാൻ നേരെ നടന്ന് അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഒരു സിറ്റിംഗ് പ്ലേസൊക്കെ കാണുന്നത്. അത് നമുക്ക് വൈകുന്നേരം വെറുതെ ഇരിക്കാനൊക്കെ നല്ലൊരു സ്പോട്ടാണ്. പിന്നെ ഇന്നത്തെ ദിവസം നമ്മുടെ വെള്ളം എന്ന് പറയുമ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ അഴീക്കോട് ബീച്ച്. അവിടെ നിന്ന് ഞാൻ പിന്നെ നേരെ നടക്കാൻ തുടങ്ങി. നേരെ നടന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സൈഡിലേക്ക് കൂടി ഇറങ്ങി അവിടെ ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങുമ്പോഴാണ് കുറച്ച് പേര് വല വീശാൻ പോയിട്ട് മീനൊക്കെ കൊണ്ടുവരുന്നത് കാണുന്നത്. അങ്ങനെ അവരോട് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ ഞാൻ നേരെ നടന്നു. നേരെ നടക്കുമ്പോഴേ കാണുന്നു കുറേ കുതിരഞ്ഞണ്ടുകളുള്ള സ്പോട്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഒന്ന് ക്യാമറ ഓടിച്ച് നോക്കി. സാധനങ്ങളൊന്നും പുറത്ത് വന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടെ നേരെ പോയി. ഇതാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത് കുറേ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസാണ്. ഇവിടെ ഒരു 10 മണിക്ക് ശേഷമൊക്കെയാണ് ഇവർ ഓപ്പൺ ആക്കാറ്. കുറേ വാട്ടർ സ്പോർട്സ് ലൈക്ക് നമുക്ക് കയാക്കിങ്, ബോട്ടിങ് അതൊക്കെ വരുന്നുണ്ട്. പിന്നെ വല വീശുന്നതും കണ്ട് അയാൾക്കൊന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ കുറേ നേരം നോക്കി. പിന്നെ ഇതാണ് നമ്മുടെ കല്ലുമക്കായ. ഇത് ഇവിടെ കുറേ കിടക്കുന്നുണ്ട് ഇത്തൽ പോലെ. പിന്നെ ഇത് കണവനാക്കാണ് കേട്ടോ. ഇത് ചെറുതാണ്. കണവനാക്ക് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നതാണ് പണ്ടൊക്കെ. വലിയ വലിയ കണവനാക്കുകൾ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ പക്ഷികൾക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് അവർ ഉള്ളിൽ നിന്ന് എടുക്കാറുണ്ട്. ഇവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യാറില്ല. അങ്ങനെ അത് ഷോർട്ടായിട്ടുണ്ട് ഇപ്പം. പിന്നെ ഞാൻ നേരെ നടന്ന് ഇത് എന്ന് പറയുമ്പോൾ കുറേ ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള കല്ലുകളുണ്ട് കേട്ടോ. ഇവിടെ സൂക്ഷിച്ച് നടക്കണം നമ്മൾ, അല്ലെങ്കിൽ കാലൊക്കെ വഴുതി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ നേരെ നടന്നാലേ നമ്മുടെ പുലിമുട്ടിൻ്റെ എൻ്റെ എത്തുള്ളൂ. അങ്ങനെ ഞാൻ സൂക്ഷിച്ച് കാലൊക്കെ നോക്കി നടന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ കുറേ പേര് ചൂണ്ടിടുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമ്മുടെ ചീനവല ഇടുന്നുണ്ട്. ചീനവല എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് ചീന എന്ന് പറയുന്നത് ചൈനേനാണ് കേട്ടോ. ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന വലയുകൊണ്ടാണ് ചീനവല എന്നുള്ള പേര് വന്നത്. അപ്പം അങ്ങനെ ഞാൻ ചീനവല കാണാമെന്ന് വിചാരിച്ചിട്ട് അയാളോട് ചോദിച്ചിട്ട് ഞാൻ നേരെ കയറാമെന്ന് വിചാരിച്ച്. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ തന്നെ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചീനവലയുടെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ച്. ഇങ്ങനെ ഈ ഒരു വഴി കൂടിയാണ് കേട്ടോ അങ്ങോട്ടേക്ക് കയറേണ്ടത്. ഒരു ഇത്തിരി ഇടുങ്ങിയിട്ടുള്ള വഴിയാണ്, സൂക്ഷിച്ചൊക്കെ നടക്കണം. അങ്ങനെ ഉള്ളിലേക്ക് എന്നപ്പോൾ ഇതിനെന്താ അയാൾ വല ഇറക്കി തുടങ്ങി. ഈ കല്ലിട്ടേക്കണ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഇതിൻ്റെ വെയിറ്റ് കൊണ്ടിട്ടാണ് ഇത് പോണത്. ഇതെന്ന് പറയുന്നത് ബൈക്കിൻ്റെ പഴയ എൻജിനാണ്. ബൈക്കിൻ്റെ എൻജിൻ ഇവരിങ്ങനെ ഒരു സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിട്ട് ആണ് വല ഇറക്കണതും കയറ്റണത് അതിൽ തന്നെയാണ്. ഇയാൾക്ക് ഇന്ന് കിട്ടിയേക്കണം മൊത്തം കണമ്പാണ് കേട്ടോ. കണമ്പല്ലാതെ വേറൊരു സാധനം ഞാൻ അതിൽ കണ്ടില്ല. പിന്നെ ഇയാൾ വല കയറ്റണം വരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന്. ഇതും നമ്മുടെ പണ്ടത്തെ എയറേറ്ററാണ് കേട്ടോ, മീനൊക്കെ എയർ കൊടുക്കാനുള്ളത്. അങ്ങനെ അയാൾ കയറ്റുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന് അവിടെ തന്നെ. കയറ്റി കഴിഞ്ഞപ്പോഴാണ് അതിൽ മനസ്സിലായത് അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അയാൾ പിന്നെ ഇറക്കിയിട്ട് പിന്നെയും പുതിയ വലയിടാൻ നിൽക്കുകയായിരുന്നു. പിന്നെ അയാൾ ഇട്ടിട്ട് പിന്നെ ഇറക്കി അയാൾ. അപ്പം നമുക്ക് ഇതിൽ ഇറക്കിയിട്ട് എന്താണെന്ന് നോക്കാം കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവർ അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട് കേട്ടോ. ഇവിടെ മഴ പെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇവർക്കൊരു ചെറിയൊരു സ്പോട്ട് ഉണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്. അതൊക്കെ നല്ലൊരു വൈബായിട്ട് തോന്നി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഇതാണ്ട വലക്ക് ഇറ്റിപ്പോൾ തന്നെ കുറേ കാക്കകളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ ഇവർക്ക് കയറി ഇരിക്കുക, കിടക്കുക, അതിനൊക്കെ ഉള്ള സംഭവമാണ്. ഇത് പിന്നെ വല ഇറക്കണം. അങ്ങനെ വല ഇറക്കി കഴിഞ്ഞിട്ട് ഇപ്രാവശ്യമെങ്കിലും ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടി. ഇയാൾക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാൽ കണമ്പ് തന്നെയാണ് കേട്ടോ. നേരത്തെയും കണമ്പ് ഇപ്പോഴും കണമ്പ്. ഫുള്ള് കണമ്പ് തന്നെ. ചെറിയ 1-2 മീനുണ്ട്. അയാളത് എടുക്കൂല എന്നാണ് തോന്നണം. പിന്നെ ഇത് കണ്ട, ഇതാണ് ടെട്രാപോഡ്സ് എന്ന് പറയും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബീച്ചിൻ്റെ വേവ്സ് ഒക്കെ ഇല്ലേ, തിരമാലകൾ കുറക്കാനായിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല അപ്പുറത്ത് അഴീക്കോട് ബീച്ചും ഇത് മൊനമ്പം ബീച്ചാണ്. ഇവിടെ 3 പേര് വഞ്ചിയിൽ പോകുന്നുണ്ട്. ഇവർ ചൂണ്ടിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ മറിയാണുണ്ട് കേട്ടോ. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഡോൾഫിനാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ ക്യാമറ മാറ്റാണ്ട് അങ്ങനെ തന്നെ പിടിച്ച് ഇനി എങ്ങാനും പൊന്തി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തെ പിന്നെയും പൊന്താണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ഡോൾഫിനല്ല, കുറേ ഡോൾഫിൻ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ക്യാമറ മാറ്റാതെ തന്നെ പിടിച്ചോണ്ടിരുന്നു. അങ്ങനെ നോക്കി കുറേ നേരം നിന്നിട്ടാണ് പിന്നെയും ഡോൾഫിനെയൊക്കെ കാണാൻ പറ്റുന്നത്. ഇതിവിടെ ഇവിടെയൊക്കെ ആയിട്ട് അനങ്ങുന്നുണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് സ്പോട്ട് കിട്ടണില്ല. എനിക്ക് തോന്നുന്നത് ചെറിയ ഡോൾഫിനാണെന്ന്. ഇവിടെ യൂഷ്വലി വരാറുണ്ട് ഡോൾഫിൻ, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാനൊരു 3 എണ്ണമൊക്കെ ഒരുമിച്ച് വരുന്നത് കാണാറുണ്ട്.
ഇതിപ്പോൾ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയില്ല, നമുക്ക് നോക്കാട്ടോ. ദേ അവിടെ ഓളം വെട്ടണുണ്ട്, അത് ചെറിയ ഡോൾഫിനാണ് തോന്നുന്നത് കേട്ടോ. ഒരു മീനെ ചേസ് ചെയ്ത് പിടിക്കണ പോലെയാണ് തോന്നണത്. അതിനെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നണം. അവിടെ നമുക്ക് ഒന്നുകൂടി സൂം ചെയ്ത് നോക്കാം. ദേ കണ്ട, കിട്ടിയിട്ടില്ല. പിന്നെയും മീനുകളുണ്ട് അവിടെ. ഇത് വലിയ മീനായിട്ട് പിടിക്കണ. കിട്ടി. തിരിച്ചവിടെ നിന്ന് തിരിയും. ഈ കടപ്പുറത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് കുഴിയുണ്ട് ഈ നടുക്കിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഡോൾഫിനൊക്കെ വരാനൊക്കെ അവർക്ക് സുഖമാണ്. പിന്നെ ഈ ഡോൾഫിൻ എന്ന് പറയുന്നത് അത്ര നല്ല സാധനമൊന്നുമല്ല. പിന്നെയെന്ന് പറയുമ്പോൾ ഇത് കാണാനൊക്കെ ഇട്ട ആൾക്കാർക്ക് നല്ല ഭംഗിയുണ്ട്. പിന്നെ മനുഷ്യർക്ക് ഇതുകൊണ്ട് ഒരു ഉപദ്രവവും ഇല്ല കേട്ടോ. അതാണ് ഒരു നല്ലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഇതേ പിന്നെ അവിടെ ഓളം വെട്ടണത് കണ്ട. മീനെ പിടിക്കാൻ ആ ഭാഗത്ത് കുറേ മീനുണ്ട്. ആ മീനൊക്കെ ഇത് പിടിച്ചതിനെന്ന് തോന്നുന്നുണ്ട്. ഇവർക്ക് ഇവിടെ ഇട്ടിട്ട് കുറേ നേരമായിട്ട് കിട്ടിയിട്ടില്ല. അതാ കണ്ട, മീനൊക്കെ ചാടണണ്ട. ഇത് വരുമ്പോൾ തന്നെ ചാടണുണ്ട് മീനൊക്കെ. കിട്ടും എന്തായാലും, അതിൻ്റെ വായിൽ കിട്ടും. അതിന് നല്ല സ്പീഡുണ്ട്, നല്ല ബുദ്ധിയുണ്ട്. നമ്മുടെ ഈ ചൂണ്ടിട്ടിട്ടില്ല ഇവർ, ഈ ചൂണ്ടയിലൊന്നും ഇത് കുടുങ്ങൂല കേട്ടോ. വലയിൽ പോലീസ് സാധനം കുടുങ്ങൂല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത്യാവശ്യം ബുദ്ധിയുള്ള സാധനമാണ് ഇത്. പിന്നെ നമ്മൾ അവിടെ വേറെ ഒരു ഡോൾഫിനെ കൂടി കണ്ട്. അത് കുറച്ചുകൂടി വലുതാണെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല, ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ മാത്രമല്ല കേട്ടോ, ഞാൻ ഈ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ സൈഡിലത്തെ വ്യൂവിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം പിടിക്കാൻ പറ്റില്ലല്ലോ. കണ്ട, അത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഓളമൊക്കെ. നമ്മൾക്കിപ്പോൾ ബോട്ടിൻ്റെ എഞ്ചിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ ഇത് പോവും. ഇതിവിടെ വഞ്ചിക്കാരായതുകൊണ്ടാണ് ഇവർ നിൽക്കണത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി തിരിച്ചു പോകാമെന്ന് വിചാരിച്ച്. ഈ കല്ലിൽ കൂടി തന്നെ വേണം ഇനിയും നടക്കാനായിട്ട്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കണം കേട്ടോ. പിള്ളേരെയും കൊണ്ടൊക്കെ വരുമ്പോൾ ഇത് സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ചാൽ കാലൊക്കെ ഇടയിൽ പോയാൽ പിന്നെ കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അവിടെ നേരെ നടന്ന് പിന്നെ നമ്മൾക്ക് ആ പേവിങ് ടൈൽസ് ഇട്ട സ്ഥലത്തേക്ക് കയറാം. ഇതൊക്കെ ഓരോ കടകളാണ് കേട്ടോ. ഈ ചെറിയ കടകളാണ്. ഇവിടെ രാത്രി മാത്രമല്ല, ഒരു 3 മണിക്ക് ശേഷമൊക്കെ ഇത് ഓപ്പണായിട്ട് തുടങ്ങും. 3 മണിക്ക് ശേഷം ഇവിടെ ആൾക്കാർ നിറയണം. ഇതിപ്പോൾ ആരുമില്ല. ഞാൻ രാവിലെ 6 മണിക്കൊക്കെ വന്നുകൊണ്ടാണ്. ഇത് നമ്മുടെ ഒരു ഗാർഡനാണ് കേട്ടോ, ഈ ബീച്ചിൽ തന്നെ ഉള്ളത്. ഈ കുറേ മുളയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഗാർഡനാണ്. പണ്ടത്തെ ഒരു സെറ്റപ്പാണ്, എന്നാലും വൈബുണ്ട്. ഇത് ഇങ്ങോട്ട് നമുക്ക് ഫ്രീ